ലുങ്കി എടുത്ത് വിമാനത്തിൽ പോകുമോ? ഓക്കെ സെറ്റ്. മക്കളെ നമ്മൾ ലക്ഷദ്വീപിക്ക് പോകാൻ വേണ്ടിട്ട് ഗോവയിലുള്ള മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ അടുപ്പുള്ളത് സുബൈക്കൻ എയർപോർട്ടിൽ എത്തിക്കണം. നമുക്ക് ബാക്കി പരിപാടിയൊക്കെയാലോ. പടച്ചോനെ ബാഗ് എടുക്കാൻ മറന്നല്ലോ. എന്താ ചേച്ചി എന്നെ തന്നെ നോക്കണോ? പട്ടാളക്കാക്ക ഒന്ന് പെട്ടെന്ന് നോക്കിയാ ലക്ഷദ്വീപ് പോയിട്ടേ തിരിച്ചു വരാനുള്ള. എന്നാ പിന്നെ പോവാതിരുന്നൂടെ പുള്ളേ? എന്താ ചെയ്യാ, ടിക്കറ്റ് എടുത്ത് പോയില്ലേ? അങ്ങനെ ലഗേജ് കൊടുത്തു നമുക്ക് ഫ്ലൈറ്റ് വരാൻ കാത്തുക്കാം. ഫ്രീക്കൻ കബാപ്പ ഇവിടെ ഒരു ചായക്ക് തെറിച്ചപ്പോ ചങ്ങയാറാണ് 550 റുപ്യാണ്. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു നമുക്ക് നേരെ വിമാനത്തിൽ കയറിയാലോ. ആ കാണ്ടി വിമാനത്തിലായിട്ട് നമ്മൾ പോകുന്നത് ഫ്ലൈ 91. വളരെ വളരെ ചെറിയ വിമാനമാണ്. പിന്നെ നമ്മളൊന്നും നോക്കില്ല, ഓളിനോട് കയറാൻ പറഞ്ഞു. ഞാൻ നേരെ കയറി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഠിച്ചോനെ നിങ്ങൾ കാത്തോളി. ഈ വിമാനത്തിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ നടക്കുമ്പോൾ തലക്ക് മേലെ മുട്ടുട്ടോ. പ്ലെയിൻ മൊത്തം കാലാടാ, ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ഇതാണ്ട് പ്ലെയിനിന്റെ ബാത്റൂം കുഞ്ഞാമാരെ അറിയുന്ന സ്റ്റോർ റൂമിൽ അതിലുണ്ട്. അങ്ങനെ പ്ലെയിൻ എടുക്കാൻ ഈ ചങ്ങായി കൊണ്ടുറുക്കും സൂചിതൊക്കെ ഒരുമിച്ച് ചെയ്യുന്നുണ്ട് അവിടെ. അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റാർട്ടാക്കി പിന്നെ ഒറ്റ പൊങ്ങല. പ്ലെയിനിന്റെ ഗ്ലാസ് ഇട്ട് ഞങ്ങൾ മര്യാദക്ക് തുറക്കാത്തോണ്ട് വിഷ്വൽ അത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. എന്നാലും ഉള്ളത് വെച്ച് ഓണം പോലെ. നൗ വി ആർ ഇൻ എയർ. അങ്ങനെ എവിടെ എത്തിക്കണു. ഉറക്കം വെച്ചുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. ഞാൻ ഇറങ്ങി പോകുന്ന വീഡിയോ എടുത്തു, ഇറങ്ങിയപ്പോൾ ഞാനും വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് എത്താൻ പോകുന്ന സുഹൃത്തുക്കളെ ആ കണ്ട ദ്വീപാണ് ലക്ഷദ്വീപ്. അങ്ങനെ ഞങ്ങൾ ബന്ധം ഇറങ്ങി. ഗോവയിൽ ലക്ഷദ്വീപിക്കുള്ള ദൂരം ഉണ്ടല്ലോ 1.25 മണിക്കൂറാട്ടോ. എടാ ലക്ഷദ്വീപ് എയർപോർട്ടിലേക്ക് നമ്മളെ വീഡിയോ ആൾക്കാരുടെ അഭിമാന നിമിഷം. നിങ്ങൾക്ക് ലക്ഷദ്വീപ് പാക്കേജിനെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ കൊളാബ് ചെയ്ത ബ്ലൂ ലൈൻ ഹോളിഡേസ് ആണ് പേജിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ബൈ.